ഹരേ കൃഷ്ണ. പാർത്ഥസാരഥിയത്തിലേക്ക് എല്ലാ സജ്ജനങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. ജീവിതം മുഴുവൻ അഹങ്കാരവും അത്യാഗ്രഹവും അതേപോലെ ഞാനെന്ന ഭാവത്തോടു കൂടിയും സർവ്വതിനെയും പുച്ഛമായി കണ്ടുകൊണ്ട് മതിച്ചു ജീവിക്കാമെന്ന് കരുതിയോ? എങ്കിൽ തെറ്റി. ചെണ്ടമേളങ്ങളും പരിവാരങ്ങളും എന്നും കൂടെ ഉണ്ടാവുമെന്ന് ഒരിക്കലും ഓർക്കരുത്. ഞാൻ എൻ്റേത്, എല്ലാം എനിക്കുള്ളത് എന്ന് ഒരിക്കലും കരുതരുത്. അങ്ങനെ കരുതി എങ്കിൽ തെറ്റു തന്നെയാണ്. എല്ലാത്തിനും കണക്കുകൾ എണ്ണി എണ്ണി പറയേണ്ട ഒരു നാൾ തീർച്ചയായും വരും. സത്യത്തിൽ ഇപ്പോൾ നിങ്ങളിൽ ഓടുന്ന ഈ ചൂട് ചോരയുടെ ചൂടൊന്ന് കുറയും. മറ്റുള്ളവരുടെ നേരെ വിരൽ ചൂണ്ടിയ കൈകൾക്ക് ബലമൊന്ന് കുറയും. മനസ്സ് പറയുന്ന പോലെ അനുസരിക്കുവാൻ സർവ ഇന്ദ്രിയങ്ങളും വിമുഖത കാട്ടുന്ന ഒരു ദിവസം വരും. പിന്നെ പിന്നെ പരിവാരങ്ങൾ ഒന്നൊന്നായി കൈയൊഴിയും. സ്വന്തം മക്കൾക്കും പേരമക്കൾക്കും വരെ ഒരു ബാധ്യതയായി മാറും. എല്ലാവരും ഉണ്ടെങ്കിലും ഒരു നാൾ ഏകനായിത്തീരും. അപ്പോൾ വിളിക്കും നിങ്ങൾ ഈശ്വരനെ. ആ നിമിഷം നിങ്ങൾ അറിയും നിങ്ങൾ ആരായിരുന്നു, നിങ്ങൾ എന്തെല്ലാം ചെയ്തു കൂട്ടി എന്ന്. സത്യത്തിൽ ഈ മേലെ കറങ്ങുന്ന സീലിംഗ് ഫാനും ചുറ്റും 4 ചുമരുകളും മാറി മാറി നമ്മൾ നോക്കേണ്ട ഒരു സമയം വരും. അപ്പോഴാണ് അതിൽ ഉറ്റുനോക്കി മനസ്സിൻ്റെ ഉള്ളറകൾ ഓരോന്നായി തുറക്കുന്നത്. അതിലൂടെ കാണാം കഴിഞ്ഞു പോയ ജീവിതം, തകർത്തെറിഞ്ഞ ജീവിതങ്ങൾ, ചെയ്തു പോയ ഓരോ പാപകർമ്മങ്ങൾ, തകർത്തെറിഞ്ഞ പലരുടെയും കണ്ണുനീരുകൾ, ചെയ്തു കൂട്ടിയ പാപങ്ങൾ ചുറ്റും വന്നപ്പോൾ ആ നിമിഷം ആർത്തട്ടഹസിക്കും. എന്നിട്ട് ചോദിക്കും നേടിയെടുത്തവയൊക്കെ എവിടെയെന്ന്. അപ്പോഴാണ് നിസ്സംഗനായി ചിന്തിക്കുന്നത്, ഈശ്വരനോട് കരളുരുകി പ്രാർത്ഥിക്കുന്നത്, തെറ്റുപറ്റിപ്പോയി ഭഗവാനെ എന്ന്. ഭഗവാനെ മറന്ന് സ്വന്തം ഭൗതികമായ സുഖങ്ങൾക്കു വേണ്ടി ഞാൻ ചെയ്തതെല്ലാം തെറ്റായി പോയി, ഒന്നും എൻ്റെ ആയിരുന്നില്ല, എല്ലാം ഭഗവാനാണ് നമ്മൾക്ക് തന്നത്, അത് നമ്മുടെ മാത്രമാണ് എന്ന് വിചാരിച്ച് നമ്മൾ ചിലതെല്ലാം ചേർത്ത് നിർത്തുന്നുവല്ലോ. അതെല്ലാം തെറ്റു തന്നെയാണ്. സത്യത്തിൽ നേടിയെടുക്കുന്നതെല്ലാം പാപങ്ങൾ മാത്രമാണ്. സമയം വൈകിപ്പോയത് ആരും അറിയുന്നില്ല. ഈശ്വരനിൽ അഭയം തേടാൻ വിമുഖത, മടി അല്ലേ? എന്തൊക്കെ ചെയ്താലും പാപകർമ്മങ്ങളുടെ ആ കർമ്മഫലം അനുഭവിച്ചു തീരുവാൻ എത്രയോ ജന്മങ്ങൾ വേണ്ടിവരും. ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, കർമ്മഫലം അത് നമ്മെ തീർച്ചയായും തേടി വരും. അതിന് മരണം ഒരു തടസ്സമേ അല്ല. നമ്മുടെ ശരീരമല്ലേ നശിക്കുന്നുള്ളൂ, നാം എവിടെ നശിക്കാനാണ്? നാം ഏത് ശരീരത്തിൽ തന്നെ പുനർജനിച്ചാലും നമ്മെ വളരെ കൃത്യതയോടുകൂടി തന്നെ തേടി വരും. എന്നിട്ട് നമ്മോട് ലയിച്ചു ചേരുകയും ചെയ്യും. അതാണ് നമ്മൾ ചെയ്യുന്നതായ കർമ്മങ്ങളുടെ ഫലങ്ങൾ. അത് നന്മയായാലും ശരി, തിന്മയായാലും ശരി. ദുരിതങ്ങളിൽ നിന്ന് ദുരിതങ്ങളിലേക്കുള്ളൊരു ജന്മയാത്ര, അത് നമ്മൾക്കിനി വേണോ എന്ന് ഒരു ചിന്തനം ചെയ്യേണ്ട സമയമായി എങ്കിൽ ചിന്തിക്കാം. എല്ലാ തിന്മയുടെ വശങ്ങളെയും ഈശ്വരനാമജപത്തിൻ്റെ ശക്തിയാൽ തീർച്ചയായും തകർത്തെറിയുവാൻ സാധിക്കും. പക്ഷേ ഒന്ന് മനസ്സ് വയ്ക്കണമെന്ന് മാത്രം. ഇതുവരെ ചെയ്ത സകല പാപങ്ങളും ഭഗവാനോട് ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിച്ച് ഈശ്വരനിൽ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. അഭയം ആ പാതാരബിന്ദങ്ങളിൽ പിടിച്ചു യാചിക്കാം. ഒട്ടും തന്നെ ഭയം വേണ്ട. ഈശ്വരൻ കരുണാസമുദ്രം തന്നെയാണ്. എല്ലാം ഈശ്വരൻ ക്ഷമിക്കും. ചെയ്തു പോയ പാപകർമ്മങ്ങളുടെ ഫലം നാം ആ ഈശ്വര സാക്ഷ്യത്താൽ തന്നെ അനുഭവിച്ച് ഭഗവത് പാദങ്ങളിൽ അതെല്ലാം സമർപ്പിക്കാം. പിന്നീട് നമ്മൾക്ക് വരുന്നൊരു പരിശുദ്ധിയുണ്ട്. ഈശ്വരൻ്റെ കരങ്ങൾ നമ്മിലേക്ക് നീണ്ടുവരുന്നൊരു സമയം. ആ കരങ്ങളാൽ നമ്മെ വാരിയെടുത്ത് പരിശുദ്ധമായ ജീവിതത്തിലേക്കും മോക്ഷപദങ്ങളിലേക്കും നമ്മെ നയിക്കും ആ കരങ്ങൾ. എല്ലാവർക്കും ആ സർവേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്
ഹരേ കൃഷ്ണ. ഹരേ ഗുരുവായൂരപ്പ ശരണം.